ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾ വാഹനം ഓടിക്കുന്നത് നിയമപരമായി തെറ്റാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ വാഹനം നമുക്ക് സ്വയമേ അപകടം ഉണ്ടാവാനും സാധ്യതയുണ്ട്. നമ്മൾ ഓടിക്കുന്ന വാഹനം മറ്റുള്ള ആളുകളെ പരിക്കേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പരിക്കേൽപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്വയം അപകടം ഉണ്ടാക്കുകയോ ചെയ്യപ്പെടുമ്പോൾ ആ ഇൻഷുറൻസ് ആ കമ്പനിയുടെ, അതായത് ആ വാഹനത്തിന് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ, അതല്ലെങ്കിൽ ആ ടൈം ലിമിറ്റഡിനുള്ളിൽ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ആളുകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ നിയമപരമായിട്ടുള്ള ബാധ്യതയുള്ളൂ. ഇൻഷുറൻസ് പോളിസി ഇല്ലാത്ത, ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത ഒരു വാഹനം റോഡിൽ ഇറക്കുന്നത് തെറ്റാണ്. അത് നിയമവിരുദ്ധമാണ്. അത് ഒരു പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. ഇൻഷുറൻസ് ഓഫ്ലൈനായും ഓൺലൈനായും എടുക്കുന്നവരുണ്ട്. അപ്പം ഓൺലൈനായിട്ട് എടുക്കുന്നവർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നമ്മുടെ പ്രോസസ്സിംഗ്, അതായത് നമ്മൾ ഇൻഷുറൻസ് പേ ചെയ്താൽ മാത്രം പോരാ, ആ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആക്കുന്നവരെയുള്ള കാര്യങ്ങളും അതിനുശേഷം ആ പ്രീമിയം, അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുള്ള, അതായത് ഈ പറഞ്ഞ പ്രീമിയം അടച്ച തുകയുടെ റെസിപ്റ്റ് ഡൗൺലോഡ് വെച്ച് ചെയ്ത് സൂക്ഷിക്കേണ്ട ബാധ്യത കൂടിയുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോസസ്സിംഗ് പൂർണ്ണമായിട്ടുണ്ടോ എന്ന് കഴിയാൻ സാധിക്കും.